നമ്മുടെ എഞ്ചിനീയറിംഗിൽ കോർ ഫീൽഡിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന സർക്യൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തിയറി പരമായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉള്ള, പക്ഷേ നമ്മുടെ എയ്സ് കോളേജിൽ ഞാൻ കണ്ടൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസ് സർക്യൂട്ട്സിലായിക്കോട്ടെ എല്ലാം റിയൽ ടൈം എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ളതിനെ പറ്റി നല്ല ഒരു നോളജ് ഉള്ള ഫാക്കൽറ്റീസാണ്. ഒരു ഡൗട്ട് വന്നാലും മിനി പ്രോജക്ട്സ് ചെയ്യാനാലും ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു ഫാക്കൽറ്റി സിസ്റ്റംസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് റിന്യൂവബിൾ എനർജി വരുന്നത്. സോ ഈ ലേറ്റസ്റ്റ്ലി ഞങ്ങൾക്ക് റിന്യൂവബിൾ എനർജി ബേസ്ഡ് ആയിട്ടൊരു സൈറ്റ് വിസിറ്റും അതിനെ പറ്റിയ ഡീറ്റെയിൽസ്, സബ്സ്റ്റേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ഫീൽഡ് വിസിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് പ്രോജക്റ്റിനായാലും പിന്നെ ഇതുപോലെ വർക്ക്ഷോപ്സ് ഒരുപാട് കണ്ടക്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇപ്പോൾ ഇലക്ട്രിക്കലായാലും ടെസ്റ്റാക്ട് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ തന്നെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് പാസ് ഔട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ജോലി എൻഷുർ ചെയ്യാൻ പറ്റുന്ന കുറേ ആഡ് ഓൺ കോഴ്സസുകൾ തരാനായിട്ട് ഞങ്ങളുടെ അസോസിയേഷന് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഈ കോളേജിൽ കാണുന്ന ഏറ്റവും നല്ലൊരു പോസിറ്റീവാണ്. നമ്മുടെ ആ ഫാക്കൽറ്റീസും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായാലും അസോസിയേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ട്.